ഇനി നമുക്ക് അഫ്ഗാനിസ്ഥാനിലെ മാറ്റം നോക്കാം. 1927 അഫ്ഗാൻ സ്ത്രീകളുടെ ഫോട്ടോ ആണ്. നിങ്ങൾ നോക്കുമ്പോൾ ഒരു ലിബറൽ യൂറോപ്യൻ സമൂഹത്തിലുള്ള സ്ത്രീകൾ ഇടുന്ന വസ്ത്ര സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതെന്താ അവിടെ ഖുറാൻ ഇല്ലായിരുന്നോ? മതപാഠശാലകളില്ലായിരുന്നോ? ഭൂരിപക്ഷം മുസ്ലിങ്ങളല്ലായിരുന്നോ? പിന്നെന്താ ഇങ്ങനെ നടക്കുന്നത്? ഇങ്ങനെയല്ലല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ള ഖുറാനെ പറ്റിയും ഇതിനെപ്പറ്റി. ഇന്ന് നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ എങ്ങനെയാണെന്ന്. ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു സ്ത്രീ അവിടെ കാണാൻ പറ്റത്തില്ല. സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ വരെ ബാൻ ചെയ്തിരിക്കുകയാണ്. അവിടെ സ്ത്രീകൾ ഇപ്പോൾ പർദ്ദയും ബുർക്കിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പേപ്പർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് പഠിക്കാൻ അവകാശം തരും. എന്താണ് ഇതിന്റെ മാറ്റം? 1978 സോവിയറ്റ് സപ്പോർട്ടോടുകൂടി ഒരു സർക്കാർ വരുന്നു. അവിടെ ഒരു വിപ്ലവം നടക്കണം. അവിടെയുള്ള എക്സിസ്റ്റിംഗ് സർക്കാരിനെ എടുത്തു കളഞ്ഞ് അവിടെ ഒരു വിപ്ലവം. ആ വിപ്ലവത്തിൽ പങ്കെടുത്ത സ്ത്രീയുടെ ഒരു ഫോട്ടോ ആണിത്. സൗർ വിപ്ലവം എന്നൊക്കെ അറിയാം. 1978 നടക്കുന്നത്. അവിടെ ആ സമയത്ത് നടക്കുന്ന കാര്യം എന്താണ്? ശീതയുദ്ധം. സോവിയറ്റിന്റെ കൺട്രോളിൽ അഫ്ഗാനിസ്ഥാൻ വരാൻ പാടില്ല. അതുകൊണ്ട് അമേരിക്ക തുടങ്ങുന്ന സംഭവമാണ് ഓപ്പറേഷൻ സൈക്ലോൺ. നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണുന്നത് റൊണാൾഡ് റീഗൻ അവിടെയുള്ള അഫ്ഗാനിസ്ഥാനിലെ ഈ മതമൗലികവാദികളെ കാണുന്നതാണ്. ഇങ്ങനെ അമേരിക്ക ഉണ്ടാക്കിയ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഫണ്ടിങ്ങും സപ്പോർട്ടോടും കൂടി ഉണ്ടാക്കിയ ഗ്രൂപ്പാണ് എന്ത്? മുജാഹിദീൻ ഗ്രൂപ്പ്. എന്തിനാ ഉണ്ടാക്കുന്നത്? ഇവിടെ സോവിയറ്റിന്റെ പവർ ഇവിടെ പറ്റില്ല. സോവിയറ്റുകാർ നിങ്ങളുടെ മതത്തെയൊക്കെ ഇല്ലാതാക്കും കേട്ടോ. അവരൊക്കെ കാഫറുകളാണ്, അവർക്ക് നിങ്ങളുടെ കൾച്ചറിനെ ഇല്ലാതാക്കും, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അമേരിക്കക്കാരാണ് മുജാഹിദീനുകളെ ട്രെയിൻ ചെയ്യുന്നത്. ബിൻ ലാദൻ ഗ്രൂപ്പ്, അദ്ദേഹത്തിന്റെ മകൻ ഒസാമ ബിൻ ലാദൻ ആണ് ഈ മുജാഹിദീൻ ഗ്രൂപ്പിന് അഫ്ഗാനിസ്ഥാനിൽ തുരങ്കങ്ങൾ പണിത് കൊടുക്കുന്നത്. അല്ലാതെ ഒസാമ ബിൻ ലാദൻ അവിടെ വരുന്ന അയാൾക്ക് മതം കൂടുതൽ അറിയാവുന്നതുകൊണ്ടല്ല. അയാൾ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ആളാണ്. അയാളാണ് ഈ തുരങ്കങ്ങൾ പണിഞ്ഞു കൊടുക്കുന്നത്. എന്തിനാ തുരങ്കങ്ങൾ പണിഞ്ഞു കൊടുക്കുന്നത്? ഈ US ആളുകൾക്ക് ഇവിടെ വന്ന് മുജാഹിദീൻ ഗ്രൂപ്പുകളെ ഫണ്ട് ചെയ്യാനും ട്രെയിനിങ് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ രണ്ടുപേരും നമ്മുടെ യുദ്ധത്തിൽ അവസാനം സോവിയറ്റ് തോറ്റു പോകുന്നു, സോവിയറ്റ് പിന്മാറുന്നു. അവസാനം അമേരിക്ക ഓക്കെ ടൈറ്റാ ബൈ ബൈ എന്ന് പറഞ്ഞ് പോയപ്പോഴാണ് മുജാഹിദീൻ ഗ്രൂപ്പുകൾക്കിടയിൽ ഒരു തർക്കം വരികയാണ്. അങ്ങനെ ഈ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് ഈ മുജാഹിദീൻ ഗ്രൂപ്പിൽ നിന്ന് പിളർന്ന് പോയതാണ് താലിബാൻ, അൽ ഖൈദ. ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് മിഡിൽ ഈസ്റ്റിലുള്ള ഒരുപാട് തീവ്രവാദ ഗ്രൂപ്പ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ആയി പോയത്. അപ്പോൾ ഇവിടെ നടന്ന മാറ്റം എന്താണ്? ഇവിടെ ഒരു സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ മാറ്റം നടന്നു. സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ചാണ് ഇവിടുത്തെ ഈ ഇന്നത്തെ താലിബാനെ അവിടെ അധികാരത്തിൽ എത്തിച്ചത്. ഈ സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ചാണ്. ഇമ്പീരിയലിസ്റ്റ് പവേഴ്സ് ഒരു രാജ്യത്ത് വന്ന് അവിടെ ഒരു പവറും ഒരു അധികാരവും ഇല്ലാതിരുന്ന ആളുകളെ ഫണ്ട് ചെയ്ത് ശക്തരാക്കി അവർക്ക് ആ രാജ്യം കൊടുത്ത് ഇറങ്ങുന്നത്. പിന്നെ ഇവർ തമ്മിലുള്ള അടിയായിട്ടാണ് ഈ September 11 ഒക്കെ ഉണ്ടാകുന്നത്. അല്ലാതെ പല ആളുകൾ പറയുന്നത് ഖുറാനിൽ എന്തോ എഴുതി വെച്ചത് വായിച്ചിട്ടുടനെ ഒസാമ ബിൻ ലാദൻ നമുക്ക് എന്ന് പറഞ്ഞ September 11 നടത്താം എന്നല്ല. ഈ കോൺഫ്ലിക്റ്റ് ആണ്